യെസ് ഗൈസ് കിൻകു. അപ്പം നമ്മളിന്ന് പോണത് ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയ്ക്കാട്ടോ. 8 മണിക്ക് ഓപ്പൺ ആക്കുള്ളൂ. അത് പിന്നെ നമ്മൾ ഈ ഒരു 7 ടൈമിൽ പോണത്. ലൊക്കേഷനൊക്കെ കാണാപ്പാടാണ്, രൂപം വെച്ച് അങ്ങോട്ട് പോവുക. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓ ഷിറ്റ്, വാച്ച് എടുക്കാൻ മറന്ന്. എവിടേക്ക് പോകുമ്പോഴും വാച്ച് എടുക്കാറില്ല. ഇന്നലെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇതേമാതിരിയായിരുന്നു റോഡ്. ഉച്ചക്കൊക്കെ വണ്ടികളും ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. നല്ല വിശപ്പുണ്ട് കേട്ടോ, രാവിലെ ആയതുകൊണ്ടേ. ഇന്നലെ അൽഫാമാണ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു 7 മണി 8 മണി സമയത്ത് കഴിച്ചുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. 12 മണിക്കൂറായി. നിങ്ങളും എന്നെ പോലെ തന്നെയാണ് ഈ വിശപ്പ് പറഞ്ഞ സാധനം പിടിച്ച് നിൽക്കാൻ പറ്റാത്ത ആൾക്കാർ. ഇനിയിപ്പോൾ രാത്രി മന്തി കഴിച്ചാലും ശരി, രാവിലെ ആകുമ്പോൾ നല്ല വിശപ്പാണ്. ഈ കോഴിക്കോട് വന്നിട്ട് ഈ ഒരു ഏരിയ ഭയങ്കര രസമാണ്. ഞാൻ അതിന് മുമ്പ് വന്നിരുന്നത് മാത്രം ആ ഒരു സൈഡാണ്. അവിടെയും ഇതേമാതിരത്തെ ലൊക്കേഷനാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചെങ്കിൽ പാടം തൂർത്തിട്ട് വീട് കയറ്റിയ ഏരിയ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയൊക്കെ കണ്ടിട്ട്. കാരണം തൊട്ടപ്പുറത്തും വെള്ളക്കെട്ടുകളും പാടങ്ങളൊക്കെയാണ്. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇവിടെ. തെങ്ങ്, കവുങ്ങ്. ഇവിടുന്നൊരു ടേണിങ് ഉണ്ട് തോന്നുന്നുണ്ട്, മാപ്പിൽ അങ്ങനെ കണ്ടത്. യെസ്, ടേൺ റൈറ്റ്. അവിടെ അങ്ങ് പോകുന്നു, ലെഫ്റ്റ് കയറുന്നു, ടേൺ റൈറ്റ്, ദെൻ ടേൺ ലെഫ്റ്റ്. യാ, അറിയാത്ത വഴികളിലൂടെയാണ് എൻ്റെ യാത്ര. പുതിയ വഴികൾ പഠിക്കാൻ ഇതേ ഓപ്ഷനുള്ളൂ. ഓ മൈ ഗോഡ്, ഫോണിന് നല്ല കുലുക്കുണ്ടാവും, കാരണം റോഡ് അത്ര ബെറ്റർ അല്ല. സ്ട്രൈറ്റ് ആണോ ലെഫ്റ്റ് പിടിക്കാം. ലെഫ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. മൈ ഗോഡ്, ഏതോ വഴി. Turn right. Oh my god, what is this? Now left കയറിയിട്ട്, സോറി റൈറ്റ് കയറിയിട്ട് then turn left. കോഴിക്കോട് വരുന്ന സമയത്ത് എൻ്റെ പഴയ ഓഫീസിലത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത് ഇവിടെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ നമ്മൾ റീലിലും ഇതിലൊക്കെ കാണുന്നതാണ് നല്ല ഫുഡ് സ്പോട്ടും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ. സോ ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം എന്നുള്ള വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അൺഫോർച്യുനേറ്റ്ലി വന്ന ടൈമിൽ എനിക്ക് നടന്നിട്ടില്ല. വന്ന ഒരു 3 മന്ത്സോളം, കാരണം ബൈക്കില്ല. പക്ഷെ ഇപ്പം അതിനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ഇവിടെ നിന്നാവുന്നു ലെഫ്റ്റ് കയറേണ്ടത്. വെള്ളിപ്പറമ്പ്. ഓ, വണ്ടി ഓഫായി. ഓ, ഈ റെസ്റ്റോറൻ്റ് ഉണ്ടോ ഈ കുഴിമന്തി ചെയ്ത്? ഞങ്ങളിവിടെ മുമ്പ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്, ഞാനും ഷിബിലി, ഓഫീസിലെ പയ്യനും. അങ്ങനെ വന്ന ടൈമിൽ ഞങ്ങളൊരു 10-15 മിനിറ്റോളം ഞങ്ങളവിടെ ഇരുന്ന് പറയുമ്പോൾ അതിന് മാത്രം കസ്റ്റമേഴ്സ് വന്നിട്ടുള്ളവരുടെ അടുത്ത്. ഈ പുറത്ത് മാത്രം കസ്റ്റമേഴ്സ് ഇരിക്കുന്നു, അതിൻ്റെ ഉള്ളിലത്തെ ഒരു സ്പേസിൽ കസ്റ്റമേഴ്സ് ഇല്ല. ഞങ്ങൾ മാത്രം കസ്റ്റമർ ആയിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ കുട്ടി വന്നില്ല. അത്രയ്ക്ക് ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള കസ്റ്റമർ റിലേഷൻഷിപ്പാണ് അവർക്കുള്ളത്, അല്ലെങ്കിൽ ആ ഒരു കസ്റ്റമറിനോടുള്ള പെരുമാറ്റം. നേരെ പോവുക, ദെൻ സ്ട്രൈറ്റ്, അവിടുന്ന് റൈറ്റ്, എൻ്റെ അടുത്ത് അവിടുന്ന് ലെഫ്റ്റ്. പതിവായി സിറ്റി ആണോ ചോദിച്ചു കഴിഞ്ഞാൽ സിറ്റിയാണ്. എന്നാ
വില്ലേജ് ഇതുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വില്ലേജും ഉണ്ട്. മിക്സ്ഡപ്പ് ആയിട്ടുള്ള സിറ്റിയാണ് ഈ കോഴിക്കോട്. അപ്പൊ ചത്തേനെ ഒന്നാമത് ഈ ഇങ്ങനത്തെ വളവിൽ നിന്ന് ഡിസിഷൻ എടുക്കരുത് എത്ര വട്ടം ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് അറിയോ. ഞാൻ ഓപ്പോസിറ്റ് വണ്ടികൾ ഇല്ലാന്ന് കണ്ടുകൊണ്ടാണ് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഓപ്പോസിറ്റ് വേറൊരു വളവായിരുന്നു. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഇതേമാതിരി നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് തന്നെ സംസാരിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ വിൻ ചെയ്തിരിക്കുന്നു. കാരണം ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പറഞ്ഞുതരാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടുന്ന് റൈറ്റ്, ഐ തിങ്ക്. അതെ, ഇവിടുന്ന് റൈറ്റ്. നല്ല ഓപ്ഷൻ. അപ്പാ തന്നെ ഈ വഴി ഞാൻ മുമ്പ് എപ്പോഴോ പോയിട്ടുള്ള പോലെ തോന്നുന്നു. മെഡിക്കൽ കോളേജിൻ്റെ അതല്ല, പോയിട്ടില്ല. അയ്യോ, ഈ വഴി ഞാൻ പോയിട്ടുണ്ടല്ലോ. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വഴി പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് വരുന്ന വഴിയാ. അടച്ചനെ വഴി മാറി തെറ്റിയാ. 1 സെക്കൻഡ്, വഴി തെറ്റി തോന്നുന്നു. ഇല്ല, വഴി തെറ്റിയില്ല. അവിടുന്ന് ലെഫ്റ്റ് എടുക്കുന്നു, നേരെ പോകുന്നു. അവിടുന്ന് ഓക്കെ, കറക്റ്റ്. ഓരോ ഹമ്പ് ചാടുമ്പോഴും പേടിയാ ഫോണ് പോവോ എന്നുള്ളത്. ഞാൻ ഇതുപോലെ മുമ്പ് പോയിട്ടുള്ളതേ എടയിലെ ഹോട്ടൽ, അതുപോലെ ചാമ്പ്യൻസ് ഹോട്ടൽ, ഇങ്ങനത്തെ ഹോട്ടലുകളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇവിടുത്തെ കുറച്ച് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കുറച്ച് പണ്ട് കാലത്തെ. അപ്പോൾ ഈ ഒരു ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കടയ്ക്ക് കുറേ ആയി പോണം എന്നിങ്ങനെ വിചാരിക്കണേ. അപ്പോൾ അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. ഇതിനാലും കിട്ടിയായിരുന്നു കുറച്ചൊക്കെ, പക്ഷെ ഞാൻ കുറേ മടി കാരണം അങ്ങോട്ട് കളഞ്ഞു. നല്ല രീതിക്ക് മടിയുണ്ട് ഇപ്പോൾ, എന്താ അറിയില്ല. മാറ്റണം ഓരോന്നും പതുക്കെ. വളയ്ക്കണോ എടുക്കണോ ഡിസിഷൻ? വേണ്ട, നന്നായി അത്. ഇനി എടുക്കാം. പാസ് അടിച്ചെടുക്കുക, കയറി പോവുക. അടച്ചെടുക്കുക, വഴി തീർന്നും ചെയ്യും. യെസ്, ഇൻ ദ ടീ ഷോ. ഈ ടീ റോഡിൽ നിന്ന് ലെഫ്റ്റ് ആണ് എടുക്കേണ്ടത്. ലെഫ്റ്റ് എടുത്ത് ദെൻ ടേൺ റൈറ്റ്, അങ്ങനെ എന്തോ ആണ്. ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ റൈറ്റ്. ഫസ്റ്റ് അല്ല, സെക്കൻഡ് അല്ല, മൂന്നാമത്തെ റൈറ്റിൽ കയറുക, നേരെ പിടിക്കുക. ഓക്കെ, ബാക്കിലൊരു വണ്ടിയൊക്കെ വരുന്നുണ്ട്, കുഴപ്പമില്ല. ഐ തിങ്ക് ഇതാണ് ഒരു റൈറ്റ്. ഈ റൈറ്റ് പോണ്ട. ആൻഡ് ഇവിടെ ഒരു റൈറ്റ് ഉണ്ട്, അതും പോണ്ട. പകരം തേർഡ് റൈറ്റ്. ഇല്ലേ? ഇതാണെന്ന് തോന്നുന്നു. അതല്ല, അത് ഡെഡ് എൻഡാ. വഴി തെറ്റിയാ? തെറ്റാൻ സാധ്യത കുറവാണ് തോന്നുന്നു. ഇല്ല, വഴി തെറ്റിന്ന് തോന്നുന്നുണ്ട്. യു ക്യാൻ ചെക്ക്. ഇത്ര വളയേണ്ട ആവശ്യമില്ല. അതെ, വഴി തെറ്റി, ഞാൻ പറഞ്ഞേ. അപ്പോൾ എനിക്ക് തോന്നുന്ന അമ്പലത്തിൻ്റെ അടുക്കുള്ള വഴിയാവാനാ ചാൻസ്. കുഴപ്പമില്ല.
സ്റ്റാൻഡിങ് മിറേഴ്സ് ഒക്കെ ഉണ്ടോ അവിടെ? യെസ്, വി ഗോട്ട് ദ റൈറ്റ് വേ. ചന്ദ്രൻ ചേട്ടൻ്റെ ചായക്കട. സാധാരണ റോഡ് മാപ്പ് ഇങ്ങനെയൊക്കെ വെച്ച് പോവാറുണ്ട്, കിട്ടാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പാളി. സാറില്ല, റൈറ്റ് 150 മീറ്റർ. ചായക്കട പാർക്കിംഗ് എവിടെയാണെന്ന് വെച്ചാൽ അപ്പോൾ ഷോപ്പ് എവിടെയോ? ഓ, അവിടെ. യെസ്, ഇതൊരു നാട്ടുമ്പുറമാണല്ലോ. അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. പ്യുവർലി ഒരു നാട്ടും പ്രദേശം. ഇപ്പോൾ കാണുമ്പോൾ ചളി പിടിച്ചിട്ടാണ് ഈ ഏരിയ എങ്കിലും മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല പച്ചപ്പാണ് ഇവിടെ. കാണാൻ നല്ല ബ്യൂട്ടിയാവും. നമ്മുടെ ഈ പണ്ടത്തെ മൂവിയിലൊക്കെ കണ്ടിട്ടില്ലേ, അതേ ഒരു സീനറി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ ഇതേ നമ്മൾ നടന്ന് നമ്മൾ ചന്ദ്രചേട്ടൻ്റെ ചായക്കടയ്ക്ക് എത്തിയിട്ടോ. അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മുമ്പിലൊരു പ്ലാവാണ് നിൽക്കുന്നത്. പ്ലാവിൽ മൊത്തം ചക്കക്കൊലയാണ് കേട്ടോ നമ്മളീ കാണുന്നത്. ഓല കൊണ്ട് മേഞ്ഞൊരു ചായക്കടയാണ് കേട്ടോ. കാണാൻ നല്ല ബ്യൂട്ടിയാണ്. പഴയ കാലത്തെ വില്ലേജുകളിലുള്ള ചായക്കട ഉണ്ടല്ലോ, അതേമാതിരിയാണ് ഇവിടുത്തെ ഈ ഒരു ചായക്കട കാണുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഫുഡ് വന്നു. ആദ്യം ഒരു വാഴയില കൊടുന്ന് വെച്ചു. അങ്ങനെ അവർ പുഴുക്കെത്തി. എനിക്കറിയില്ല എന്താ ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർ വരുന്ന ഫുഡൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിക്കുന്ന സിറ്റുവേഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പുഴുക്ക് വന്നു. പുഴുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത സാധനമാണ് എൻ്റെ വീട്ടിലൊക്കെ, ഈ ചക്കപ്പുഴുക്കൊക്കെ. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ആ ഒരു ചക്കയാണോ അത് കൊള്ളിയാണോ എന്താണെന്നറിയില്ല എനിക്ക് പ്രോപ്പറായിട്ട്. അതിലെന്തായാലും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു, ജീരകം ഒക്കെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ മീൻകറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്യുവർലി എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന അതേ മീൻകറി. പിന്നെ നമ്മൾ അടുത്ത് വന്ന ആ ഒരു പത്തിരി ഉണ്ടായിരുന്നു, പൊരിച്ച പത്തിരി, അതും മേടിച്ചായിരുന്നു കേട്ടോ. അതും കൂട്ടി കഴിച്ചു. അങ്ങനെ നമ്മൾ അവരുടെ മീൻ ഓർഡർ ചെയ്തായിരുന്നു. 2 ടൈപ്പ് ഓഫ് മീനാണ് ഉണ്ടായിരുന്നത് ആ ടൈമിൽ. ഞാനവിടുന്ന് ഓർഡർ ചെയ്ത് കേദർ പറഞ്ഞൊരു മീനായിരുന്നു. സംഭവം നല്ല വലിയ പീസായിരുന്നു, അതിനുള്ള ടേസ്റ്റും ഉണ്ടായിരുന്നു. തവയിൽ ഫ്രൈ ചെയ്തെടുത്ത മീനാണ് കേട്ടോ. അതാണ് അങ്ങനെ അധികം ഓയിലിയും അല്ല, എന്നാൽ നല്ല മസാലക്കൂട്ടൊക്കെ ആയിട്ടുള്ളൊരു മീൻ. അതും ആ പുഴുക്കും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ പത്തിരി അവിടെ മേടിച്ചായിരുന്നു. ഇപ്പോൾ അവൈലബിളായ എല്ലാ ഐറ്റംസും ഞാൻ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. ഇവിടുത്തെ ഉച്ചയ്ക്കത്തെ അവസ്ഥ എന്താ എനിക്കറിയില്ല. അപ്പോൾ വരുന്നവരൊക്കെ വന്ന് കഴിച്ച് നോക്കുക. 1 ടൈം എക്സ്പീരിയൻസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. അങ്ങനെ ചന്ദ്രചാൻ്റെ ചായക്കടയിൽ നിന്നുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ടോട്ടലി കഴിച്ചത് ഒരു പുഴുക്ക്, പിന്നെ മീൻ പൊരിച്ചത്, മീൻസ് തവയിലിട്ടുള്ള ഫ്രൈ ഉണ്ടല്ലോ അത്, പിന്നെ ഒരു പത്തിരി, ഒരു പൊരിച്ച പത്തിരി. ടോട്ടൽ 3 ഐറ്റംസ് കഴിച്ചു. 2 പൊരിച്ച പത്തിരി. ടോട്ടൽ 146 രൂപ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു ഫുഡ്, അതെനിക്കിഷ്ടമായി. പിന്നെ എനിക്കൊരു സജഷനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, വരുന്ന ഒരു പുതിയ കസ്റ്റമർ വരുന്ന സമയത്ത് അവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ബോർഡിലെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം ഇന്ന ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടില്ല അവിടെ എവിടെയും. അപ്പോൾ ഞാനവിടെ ഇരുന്ന് ഓരോന്ന് വരുമ്പോൾ ഞാനത് മേടിച്ച് അങ്ങനെ കഴിക്കുകയും ചെയ്ത് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്നുള്ള ലെവലല്ലേ. സോ നല്ല ഫുഡായിരുന്നു. മീൻകറി എനിക്ക് കറക്റ്റ് ഫീൽ ചെയ്തത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ മീൻകറി കറക്റ്റ്. പുഴുക്കും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ, പുഴുക്കും. സോ പുഴുക്കും ആ ഒരു മീൻകറിയും കൂട്ടി കഴിക്കാൻ സൂപ്പറാണ്. പിന്നെ ടോട്ടലി മിക്സഡപ്പ് കഴിക്കാനും അടിപൊളി. സോ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്പോട്ട്. അത്യാവശ്യം പാർക്കിംഗ് സ്പേസും ഉണ്ട് ഇവിടെ. പിന്നെ ഉച്ചയ്ക്കത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഞാൻ ഇപ്പോൾ മോർണിംഗ് വന്നപ്പോഴുള്ള അവസ്ഥയാണിത്. അധികം വണ്ടികളൊന്നുമില്ല. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മളിതുപോലത്തെ വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും.